സ്ക്വിഡ് ഗെയിം എന്ന വെബ് സീരീസിന്റെ 7, 8, 9 എപ്പിസോഡുകൾ അടങ്ങുന്ന വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. 7ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കഴിഞ്ഞ കളിയിൽ മരണപ്പെട്ടവരെല്ലാം പെട്ടിയിലാക്കി കൊണ്ടുപോകുന്നതാണ്. പെട്ടെന്ന് മെയിൻ മുഖം മൂടി അതിക്രമിച്ച് കയറിയവനെ ഉടനെ തന്നെ പിടിക്കണമെന്നും VIP-കൾ ഇപ്പോൾ എത്തുമെന്നുമൊക്കെ വയർലെസ്സിലൂടെ പറയുന്നു. ഇവിടെ വെച്ച് 7ാമത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ്. അങ്ങനെ വിജയിച്ചവരെല്ലാം കളി കഴിഞ്ഞ് റൂമിലേക്ക് എത്തി നോക്കുമ്പോൾ മൂത്ത പെണ്ണ് സുഖമായിട്ട് അവിടെ കിടക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടലോടെ നീ എങ്ങനെയാ ഇവിടെ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഞാൻ ടീമിൽ പെടാത്ത ആളാണെന്നാണ് മുഖംമൂടികൾ പറഞ്ഞത്. ചെറുപ്പത്തിൽ നമ്മളൊക്കെ കളിക്കുമ്പോൾ ടീമില്ലാത്തവൻ കളിക്കാതെ പുറത്തിരിക്കില്ലേ, അതേ രീതിയാണെന്നൊക്കെ അവൾ പറയുന്നു. ശേഷം അവൾ ആ ഗുണ്ടയെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് അവന് ആകെ ദേഷ്യം വരുന്നു. ഇനി അവർ ആകെ 17 പേര് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അന്ന് അവരെല്ലാവരും അവിടെ ആഹാരം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. സിയോങ് കഴിക്കാതെ ആകെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഈ ഗെയിമിലേക്ക് വന്നപ്പോൾ കണ്ട ഒരു കിളവൻ മാത്രമാണ് അയാൾ. എന്നാൽ അയാളുടെ കൂടെ കളിച്ചത് സ്വന്തം ഭാര്യയായിരുന്നു എന്നൊക്കെ അവൻ പറയുകയും നോക്കുമ്പോൾ അയാൾ ആകെ വിഷമിച്ചിരിക്കുന്നത് കാണുകയും ചെയ്യുന്നു. പെൺകുട്ടിയും ആകെ വിഷമത്തോടെ ഇരുന്ന് കഴിക്കുകയാണ്. പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കരഞ്ഞുകൊണ്ട് കൂട്ടുകാരെ നമുക്കിത് അവസാനിപ്പിക്കാം, എന്നെ കൊണ്ട് ഇനി ഇത് കളിച്ചോണ്ടിരിക്കാൻ പറ്റില്ല, ഭൂരിപക്ഷം അംഗീകരിച്ചാൽ കളി മതിയാക്കാൻ പറ്റും, ഇനിയെങ്കിലും പണത്തിന് വേണ്ടി ഇവിടെ കിടന്ന് ചാവാതെ പോകാവിടെന്നൊക്കെ അയാൾ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഇവിടുന്ന് പോയാൽ നിന്റെ ഭാര്യ ജീവനോടെ തിരിച്ചു വരുമോ, ഇത്രയും പേരെയൊക്കെ കൊന്നിട്ട് ഇനി ഇതെല്ലാം മതിയാക്കി പോവാൻ തനിക്ക് വട്ടുണ്ടോ, ആ പണം ഇവിടെ മരിച്ചു വീണ ഓരോരുത്തരുടെയും ജീവന്റെ വിലയാണ്, ഇനി വീണ്ടും പഴയ ആ നരകം പിടിച്ച ജീവിതത്തിലേക്ക് പോകാൻ ഞങ്ങൾക്കാർക്കും വയ്യ, അവിടേക്ക് തന്നെ പോണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവൻ പൊക്കോളാനൊക്കെ സംഘു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സിയോങ് കയ്യിലേക്ക് നോക്കുമ്പോൾ അപ്പുപ്പൻ തന്ന ഒരു ഗോലി തന്റെ കയ്യിലിരിക്കുകയാണ്. ഈ സമയം ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട് മുഖം മൂടി അത് എടുക്കാൻ വന്ന ശേഷം ഒന്ന് ആലോചിച്ച് നിൽക്കുകയും ശേഷം അത് എടുക്കുകയും അതെ ഞങ്ങൾ VIP-കൾക്കായി കാത്തിരിക്കുകയാണ്, കഴിഞ്ഞ കളി നിങ്ങൾ ആസ്വദിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയും അവിടെ നിന്ന് നടന്ന് നേരെ വാതിലിനടുത്ത് എത്തിയ ശേഷം അയാൾ തോക്കുമായി തിരിയുകയും നീ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ എപ്പോഴും ഫോണിന്റെ റിസീവർ തിരിച്ചാണ് വെക്കാറുള്ളത്, ഇത്തവണ അത് മറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ അവിടുത്തെ ഓരോ റൂമും തുറന്ന് എവിടെയെങ്കിലും അവൻ ഉണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ വെടിവെച്ചിരിക്കുന്നത് M60 റിവോൾവറിൽ നിന്നാണ്, അത് കൊറിയൻ പോലീസ് തോക്കാണ്, പോലീസിന് എന്താണ് ഒറ്റയ്ക്ക് ഇവിടെ പരിപാടി എന്നൊക്കെ ചോദിച്ച് അയാൾ അവിടുത്തെ റൂമിലൊക്കെ നോക്കിയ ശേഷം കളിക്കാരുടെ ഡീറ്റെയിൽസ് ഇരിക്കുന്ന അണ്ടർഗ്രൗണ്ടിലേക്ക് നേരെ ചെല്ലുകയും അവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് നോക്കുമെങ്കിലും എങ്ങും അവനെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ അവിടുത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് അവൻ ഇതിന്റെ ഉള്ളിൽ കയറി പരിശോധിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുകയും തോക്കുമായി അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ പോലീസുകാരൻ അതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അവൻ മുഖംമൂടിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് വയർലെസ്സിലൂടെ ദ്വീപിന്റെ വടക്കൻ തീരത്ത് ഒരു ബോഡി കണ്ടെത്തിയിട്ടുണ്ടെന്ന് അറിയിപ്പ് വരികയും ഇതോടെ അയാൾ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. അവിടെ കപ്പലിൽ വെച്ച് പോലീസുകാരൻ കൊന്നവൻ ചത്ത് കിടക്കുകയാണ്. അവന്റെ ദേഹത്ത് നിന്ന് അവർക്കൊരു പോലീസിന്റെ ID കിട്ടുകയും അത് തുറന്നു നോക്കുമ്പോൾ അയാളുടെ ഫോട്ടോ ഉൾപ്പെടെ കണ്ട് അവൻ മരിച്ചെന്ന് കരുതി അവർ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം കൊണ്ട് VIP-കൾ അവിടേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും പ്രത്യേക മുഖംമൂടിയും വെച്ച് അടുത്ത കളി കാണാനായി ചെല്ലുന്നു. അപ്പോഴേക്കും മെയിൻ മുഖംമൂടി അവിടെയുള്ള അയാളുടെ ഹെഡ് ആയിട്ടുള്ള ആളിന്റെ അടുത്ത് ചെന്ന് VIP-കൾ എത്തിയിട്ടുണ്ടെന്ന് പറയുകയും എന്നാൽ അയാൾ ഒന്നും മിണ്ടാതെ മാസ്ക് ഊരി വെച്ചിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും കളിക്കാരെല്ലാം പേടിച്ച് പകുതി ഉറക്കത്തിൽ തൂങ്ങി ഇരിക്കുകയാണ്. ചിലരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട്. അപ്പോഴേക്കും VIP-കളൊക്കെ കയറി ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടൻ മെയിൻ മുഖംമൂടി അവരുടെ അടുത്ത് വന്ന് നമസ്കാരം, ഞാനാണ് അവതാരകൻ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ മെയിൻ ആതിഥേയൻ എവിടെയെന്ന് അവർ ചോദിക്കുകയും ചില അത്യാവശ്യ മീറ്റിംഗുകൾ കാരണം അദ്ദേഹത്തിന് നിങ്ങളെ കാണാൻ കഴിയില്ല എന്ന് അയാൾ പറയുമ്പോൾ അതെന്ത് പറ്റി, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം വരാത്തതെന്ന് അയാൾ പറയുന്നു. ശേഷം അവരെല്ലാം അവിടെ നിന്ന് മുന്നോട്ട് പോയിരിക്കുകയാണ്. അവർ പോകുന്നതൊക്കെ അവിടെ ഒളിച്ചിരിക്കുന്ന പോലീസുകാരൻ കാണുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒരു ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ മത്സരങ്ങളെല്ലാം കിടുവായിരുന്നു. വീട്ടിൽ നിന്ന് TV-യിലൂടെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും നേരിട്ട് ഈ മത്സരങ്ങൾ കാണുന്നത് ഒരു പ്രത്യേക രസമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് എന്നൊക്കെ അവർ പറയുകയും ഞാൻ $10 ലക്ഷം ബെറ്റ് വെച്ച ആൾ കഴിഞ്ഞ കളി ഫിനിഷ് ആക്കാത്തത് കൊണ്ട് അത് പോയി കിട്ടി എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന മത്സരങ്ങളെല്ലാം സ്പോൺസർ ചെയ്യുന്നത് വന്നിരിക്കുന്ന ഈ കോടീശ്വരന്മാരാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ ലൈറ്റ് ഒക്കെ ഓൺ ആവുകയും എല്ലാവരും ഉറക്കമൊക്കെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുഖംമൂടികൾ ശവപ്പെട്ടിയുമായി അവിടേക്ക് വരുന്നതായി കാണുകയും ഇത് കണ്ട് എന്താണ് സംഭവമെന്ന് അറിയാതെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റേ ഭാര്യ മരിച്ചുപോയ ആളവിടെ തൂങ്ങി മരിച്ചു നിൽക്കുന്നതായി അവർ കാണുന്നു. ഇത് കണ്ട് അവർ വിഷമിച്ച് നിൽക്കുമ്പോഴേക്കും അയാളുടെ പണം കൂടി അവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ ദുരന്തമൊക്കെ കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നതിനിടെ എല്ലാവരും അടുത്ത ഗെയിമിനായി പോകാൻ അറിയിപ്പ് കൊടുക്കുകയും അങ്ങനെ എല്ലാവരും നടന്ന് നേരെ മുമ്പ് ചെന്നതുപോലെയുള്ള വെള്ള റൂമിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും എല്ലാ VIP-കളും കളി കാണാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. ഇതിനിടെ VIP-കളെ സർവ് ചെയ്യാൻ പോകുന്ന ഒരു മുഖംമൂടിയെ പോലീസുകാരൻ പിടിച്ചു നിർത്തുകയും അവനെ അടിച്ച് മയക്കിയിട്ട ശേഷം അവന്റെ ഡ്രസ്സും മുഖംമൂടിയുമെല്ലാം പോലീസുകാരൻ എടുത്തിടുകയും മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓണാക്കി ഉടുപ്പിന്റെ
ഇടയിലേക്ക് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മത്സരിക്കാൻ എത്തിയിരിക്കുന്നവർക്ക് അറിയിപ്പ് കൊടുക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ 1 മുതൽ 16 വരെയുള്ള നമ്പറുകളുണ്ട്. ഇതിൽ ഇഷ്ടപ്പെട്ട നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യുന്നത് കേട്ട് എല്ലാവരും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം പോലീസുകാരൻ അവിടെയുള്ളവർക്ക് ഡ്രിങ്ക് ഒക്കെ കൊണ്ടുകൊടുക്കുകയും അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ കൃത്യമായി നോക്കുകയും അതെല്ലാം ആരും അറിയാതെ അവന്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയെടുക്കുകയും ചെയ്യുന്നു. കളിക്കാരെല്ലാം ഏത് നമ്പർ എടുക്കുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഒരുത്തൻ ഇടയിൽ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുകയും കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് 6ാമത്തെ ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ 6 എടുക്കുന്നു. ഇതോടെ അവരിൽ നിന്ന് കുറെ പേർ മത്സരിച്ച് ഇറങ്ങി ഓടി വന്ന് നടുക്കുള്ള ഒട്ടുമിക്ക നമ്പറുകളും എടുത്തിരിക്കുകയാണ്. ഇതോടെ മധ്യഭാഗത്ത് ഉള്ളതെല്ലാം തീർന്നിരിക്കുന്നു. ഇനിയുള്ളത് തുടക്കത്തിലെയും അവസാനത്തെയും നമ്പറുകളാണ്. ഇതെല്ലാം VIP-കൾ സ്ക്രീനിലൂടെ കാണുന്നുണ്ട്. എല്ലാവരും നടുക്കുള്ളതാണല്ലോ എടുത്തതെന്ന് അവർ പറയുമ്പോൾ അതാവുമ്പോൾ തുടക്കത്തിലുള്ളവന്റെ കളി കാണുകയും ചെയ്യാം, അവസാന സമയം തീർന്ന് പെട്ടുപോകത്തുമില്ല. പക്ഷെ ബാക്കിയുള്ളവർ ഇപ്പോഴും ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനിലാണ്. അത് ശരിയാക്കാൻ അവർക്ക് ഒരു ക്ലൂ കൊടുക്കാമെന്ന് പറഞ്ഞ് മെയിൻ മുഖംമൂടി ഒരു സ്വിച്ചിൽ ഞെക്കുമ്പോൾ അവർക്ക് വീണ്ടും ഒരു അറിയിപ്പ് കിട്ടുന്നു. നിങ്ങൾക്ക് മുന്നിലുള്ള നമ്പറിന്റെ ക്രമത്തിലാണ് ഗെയിം കളിക്കേണ്ടത്, അതുകൊണ്ട് സൂക്ഷിച്ച് തിരഞ്ഞെടുക്കാനാണ് അനൗൺസ് കേൾക്കുന്നത്. നമ്പർ അനുസരിച്ചാണ് കളിക്കുന്നതെങ്കിൽ ആദ്യ നമ്പറുകളാണ് ഏറ്റവും നല്ലത്. മറ്റ് ഗെയിമുകൾ പോലെ സമയപരിധി ഉണ്ടെങ്കിൽ അവസാന നമ്പർ എടുത്താൽ സമയം തികയാതെ പെട്ടുപോകും എന്ന് ആലോചിച്ചുകൊണ്ട് അവൻ നടക്കുമെങ്കിലും വേണ്ട, ഗെയിം ഏതാണെന്നറിയാതെ ആദ്യത്തെ എടുത്താൽ ചിലപ്പോൾ പണി കിട്ടും, അവസാനത്തെ എടുത്താൽ വടംവലി പോലെ മറ്റുള്ളവരുടെ കളി കണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവസാനമുള്ള നമ്പറുകൾ മറ്റുള്ളവർ എടുത്തിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ 16 മാത്രമാണ് ബാക്കിയുള്ളത്. 16 എടുത്താൽ അവസാനമായി പോകും, അതും പണി കിട്ടുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും മറ്റുള്ളവർ വന്ന് തുടക്കത്തിലുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. ഇതോടെ അവൻ 1 എടുക്കാൻ നോക്കുമെങ്കിലും 1 എടുത്താൽ ഞാൻ ഗെയിം തുടങ്ങേണ്ടി വരും, 16 എടുക്കുന്നതെങ്കിൽ അവസാനമായി പോകും. ഇതോടെ എന്ത് ചെയ്യുമെന്നറിയാതെ കിളി പോയി അവൻ നിൽക്കുകയാണ്. ഇവൻ പൊട്ടനാണോ? ജീവൻ മരണ കളിയിൽ ആരെങ്കിലും ആദ്യം കളിക്കാൻ നോക്കൂ, അവന്റെ കാര്യം പോക്ക് തന്നെ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിയോങ്ങിന്റെ അടുത്തേക്ക് ഒരാൾ വരികയും പേടിച്ചാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്, എല്ലായിടത്തും ഞാൻ പിന്നിലേക്കായിപ്പോയി, എന്നാൽ ഇവിടെയെങ്കിലും എനിക്ക് മുന്നിൽ നിന്ന് എല്ലാവരെയും നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വെറുമൊരു ഭീരുവായി പിന്നിലൊളിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് 1-ാം നമ്പർ എനിക്ക് തരാമോ എന്ന് അയാൾ ചോദിക്കുകയും ഇതോടെ 1 അയാൾക്ക് കൊടുത്ത് സിയോങ് 16 എടുക്കുകയും ചെയ്യുന്നു. ആ 1-ാം നമ്പർ എടുത്തവൻ ജയിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ ബെറ്റ് വെച്ചത്, അത് വെറുതെ ആയിപ്പോയല്ലോടാ ദ്രോഹി എന്നൊക്കെ VIP-കൾ ഒരുത്തൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കളി തുടങ്ങാൻ പോവുകയും അവിടുത്തെ സ്ക്രീനൊക്കെ മാറി ഗെയിം നടക്കുന്ന സ്ഥലം തങ്ങളുടെ മുന്നിൽ വരുന്ന രീതിയിൽ ആവുകയും ചെയ്യുന്നു. ഭയങ്കര വലിപ്പമുള്ള ഉയരത്തിലുള്ള ഒരു പാലമാണ് അവിടെയുള്ളത്. ആ സെറ്റപ്പ് ഒക്കെ കണ്ട് VIP-കൾ തന്നെ ഞെട്ടിപ്പോകുന്നു. അങ്ങനെ മത്സരിക്കുന്നവരെല്ലാം അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഉടൻ അവർ ചെയ്യേണ്ടതിന്റെ അറിയിപ്പ് അവിടെ കിട്ടുന്നു. നിങ്ങളുടെ മുന്നിലെ പാലത്തിലുള്ള ഓരോ നിരയിലെയും ഗ്ലാസുകളിൽ ഒന്ന് സാധാ ഗ്ലാസും മറ്റൊന്ന് ടെമ്പേർഡ് ഗ്ലാസുമാണ്. ടെമ്പേർഡ് ഗ്ലാസ് ഏതാണെന്ന് മനസ്സിലാക്കി ഈ 18 ഗ്ലാസുകളും കടന്ന് സുരക്ഷിതമായി അപ്പുറത്തെത്തുന്നവരാണ് വിജയിക്കുന്നത്. നിങ്ങൾ എടുത്തിട്ടുള്ള നമ്പറിന്റെ ഓർഡർ അനുസരിച്ച് വേണം ഓരോരുത്തരും പാലം കടന്നു പോകാൻ. നിങ്ങൾ ചവിട്ടുന്നത് സാധാ ഗ്ലാസ്സിലാണെങ്കിൽ അത് അപ്പോൾ തന്നെ പൊട്ടിപ്പോകുന്നതാണ്. അതുകൊണ്ട് ടെമ്പേർഡ് ഗ്ലാസ് തന്നെ ചവിട്ടി മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് അറിയിപ്പ് കിട്ടുന്നതോടെ മുന്നിൽ നിൽക്കുന്നവൻ ആകെ പെട്ടുപോയിരിക്കുകയാണ്. അവനാണ് ആദ്യം പോകേണ്ടത്. അയാൾ മുഖംമൂടിയോട് ടെമ്പേർഡ് ഗ്ലാസ് ഏതാണെന്ന് ഞാൻ എങ്ങനെ അറിയുമെന്ന് ചോദിക്കുമെങ്കിലും അവൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും സമയം തുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ അയാൾ മറ്റ് വഴിയില്ലാതെ ഷൂസൊക്കെ ഊരിവെച്ച് അവിടെ കയറി നിന്ന് ഗ്ലാസ്സിലേക്ക് നോക്കുമെങ്കിലും ഏത് ഗ്ലാസ് ആണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും സമയം പൊക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ ഗുണ്ട അയാളുടെ അടുത്തേക്ക് വന്ന് വെറുതെ നിന്ന് സമയം കളയരുത്, മുന്നോട്ട് പോയില്ലെങ്കിൽ ഞാൻ പിടിച്ച് തള്ളിയിടുമെന്നൊക്കെ പറയുകയും ഇതോടെ അയാൾ വളരെ പേടിയോടെ ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് ചാടുകയും എന്നാൽ അതിലൊന്നും സംഭവിക്കാതെ നിൽക്കുന്നതോടെ അയാൾക്ക് ഒരുവിധം ധൈര്യമൊക്കെ വന്ന് അടുത്തതിലേക്ക് എടുത്ത് ചാടുമ്പോഴേക്കും അത് പൊളിഞ്ഞ് നേരെ താഴേക്ക് പോവുകയും ഇത് കണ്ട് രണ്ടാമത് ചാടേണ്ടവർ പേടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയം കളി കണ്ടുകൊണ്ടിരിക്കുന്ന VIP-കളിൽ ഒരാൾ സ്കോച്ച് കൊണ്ടുവന്ന് ഒഴിയടാന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരനെ വിളിക്കുകയും അവൻ ചെന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ കയ്യിൽ പിടിച്ച ശേഷം നിന്നെ എപ്പോഴും വിളിക്കാൻ വയ്യ, നീ ഇവിടെ ഇരിക്കാൻ പറയുകയും ശേഷം അയാൾ അവനെ നോക്കിക്കൊണ്ട് എന്ത് ഭംഗിയുള്ള കണ്ണുകളാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ഇതൊക്കെ കേട്ട് റഷീദക്കയുടെ മുന്നിൽ പെട്ടതുപോലെ അവൻ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും രണ്ടാമത്തെ സ്ത്രീ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയും ആദ്യം ഇടതുഭാഗത്തായിരുന്നു കട്ടിയുള്ളത്, പിന്നെ വലതുഭാഗത്ത്. അപ്പോൾ ഇനി വീണ്ടും ഇടതായിരിക്കുമെന്ന് കരുതി അവർ എടുത്തു ചാടുമെങ്കിലും അത് പൊളിഞ്ഞ് നേരെ താഴേക്ക് പോകുന്നു. അങ്ങനെ അടുത്തവൻ അത്രയും ഭാഗത്ത് എത്തിയ ശേഷം അടുത്തത് ഏത് ചാടുമെന്നറിയാതെ കണക്കൊക്കെ ഒന്ന് കൂട്ടി നോക്കുകയും എനിക്ക് ജയിക്കാൻ 32,000-ൽ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മരണം അവൻ ഉറപ്പിക്കുകയും പിന്നെ ഒന്നും നോക്കാതെ മുന്നോട്ട് ഒറ്റ ഓട്ടം ഓടുകയും എന്നാൽ ഇടയ്ക്ക് വെച്ച് പൊളിഞ്ഞ് നേരെ താഴേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ആളുകൾ സമയം കളയാതെ ചാടി പിറകെ വരികയാണ്. എന്നാൽ ഒരിടത്ത് വെച്ച് അയാൾ കൺഫ്യൂഷൻ ആവുകയും പിറകിൽ നിൽക്കുന്നവരോട് മുമ്പേ പോയവൻ ഏതിലാണ് ചവിട്ടിയതെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇടത്തോട്ടാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അല്ല വലത്തോട്ടാണെന്നൊക്കെ പറഞ്ഞ് പിന്നിൽ നിൽക്കുന്നവർ ബഹളമുണ്ടാക്കുകയും പലരും പലതും പറഞ്ഞ് കൺഫ്യൂഷൻ ആവുമ്പോൾ ഇടത്തോട്ടാണെന്ന് ചേച്ചിക്ക് ഉറപ്പല്ലേ എന്ന് ചോദിച്ച ശേഷം അയാൾ രണ്ടും കൽപ്പിച്ച് ഇടത്തോട്ട് ചാടുമ്പോൾ അത് പൊളിഞ്ഞ് താഴേക്ക് പോവുകയും അപ്പോ വലത്തോട്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും മുന്നിലുള്ളവർ പോകുന്നതും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ 16 പേരുണ്ട്, മൊത്തം 18 ഗ്ലാസേ ഉള്ളൂ. 2 അവർ കൃത്യമായി ചാടുകയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമായി
അപ്പുറത്തെത്താമെന്ന് സിയോങ് പറയുമ്പോൾ അങ്ങനെയല്ല, മുമ്പിലുള്ളവർ പേടിച്ച് വെറുതെ സമയം കളയും, അങ്ങനെ വരുമ്പോ നമുക്ക് പോവാൻ കഴിയില്ലെന്നൊക്കെ സങ്വു പറയുന്നു. അപ്പോഴേക്കും ഏറ്റവും മുന്നിൽ നിൽക്കുന്നവൻ അടുത്തത് ഏതിൽ ചാടുമെന്നറിയാതെ അവിടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും എടോ താൻ എന്തായി കാണിക്കുന്നേ, മര്യാദയ്ക്ക് പോടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എനിക്കൊരു വഴി കാണിച്ചു തരുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങില്ലെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാളെ മുന്നോട്ട് തള്ളിവിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ തള്ളുമെന്ന് പ്രാർത്ഥിക്കുന്നവന്റെ പുറകിൽ നിൽക്കുന്നവനോട് ഗുണ്ട പറയുകയും മറ്റൊരു വഴിയുമില്ലാതെ അയാൾ അവന്റെ അടുത്തേക്ക് ചെന്ന് ചാടടാന്നൊക്കെ പറഞ്ഞ് പിടിവലി കൂടുന്നതിനിടെ അവൻ ചില്ലും പൊളിച്ച് നേരെ താഴേക്ക് പോവുകയും ഇതോടെ അവൻ സന്തോഷത്തോടെ അടുത്തതിലേക്ക് ചാടിയ ശേഷം കർത്താവിന് നന്ദി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനിടെ അടുത്തവൻ വന്ന് അവനെ തള്ളി അങ്ങിടുന്നു. എന്നാൽ അയാൾ നോക്കുമ്പോൾ ഗുണ്ടയാണ് തന്റെ പിന്നിലുള്ളത്. പേടിക്കേണ്ടടാ, നിന്നെ ഞാൻ തള്ളത്തില്ല, നീ ശരിക്ക് ചാടിയാലേ എനിക്കും ചാവാതിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയും അങ്ങനെ അയാൾ അടുത്തതിലേക്ക് ചാടി അവരെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്യും. പെട്ടെന്ന് അയാൾക്ക് എന്തോ ഒരു സംശയം തോന്നുകയും ഇത് രണ്ടും കണ്ടിട്ട് നിറവ്യത്യാസമുണ്ട്, ടെമ്പേർഡ് ഗ്ലാസ് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അയാൾ അടുത്തതിലേക്ക് ചാടുമ്പോൾ അത് പൊട്ടി നേരെ താഴേക്ക് പോവുകയും ഓടാ ഊച്ചാളി മോനെ അവിടെ നിന്ന് ഗുണ്ട പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായി ഇത്രയും ഗ്ലാസ് കടന്നു പോകേണ്ടത് അവനാണ്. ഇതോടെ എന്ത് ചെയ്യുമെന്നറിയാതെ അയാൾ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്നു. ഈ സമയം സിയോങ്ങിനൊക്കെ പാലത്തിലേക്ക് ഇറങ്ങേണ്ട സമയമാവുകയും അങ്ങനെ ചെരുപ്പൊക്കെ ഊരിയ ശേഷം അവൻ വളരെ പേടിയോടെ ഇറങ്ങാൻ നോക്കുമെങ്കിലും ആദ്യം ഏത് ഗ്ലാസ്സിലേക്കാണ് ചാടേണ്ടതെന്ന് അവന് ഓർമ്മ കിട്ടുന്നില്ല. ആകെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഇടത്തേതിലേക്കാണ് ചാടേണ്ടതെന്ന് പെൺകുട്ടി പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അവൻ അതിലേക്ക് ചാടി പാലത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴേക്കും സമയം പൊക്കൊണ്ടിരിക്കുകയും ഇനി മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന ഗുണ്ട മറ്റവന്മാരുടെ നേർക്ക് തിരിഞ്ഞ ശേഷം ഡാ പന്നന്മാരെ, നിനക്കൊക്കെ പോണെങ്കിൽ ആദ്യം പൊക്കോ, ഞാൻ ഇവിടുന്ന് ഒരിഞ്ച് അനങ്ങത്തില്ല, നിനക്കൊക്കെ ജീവിക്കാൻ വേണ്ടി എനിക്ക് ചാവാൻ സൗകര്യമില്ല, ഒന്നുകിൽ നീയൊക്കെ ആദ്യം പോണം, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഇവിടെ നിന്ന് ഒരുമിച്ചങ്ങ് ചാവാമെന്നൊക്കെ അയാൾ പറയുകയും ഇതോടെ എന്ത് ചെയ്യുമെന്നറിയാതെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഇനി 5 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ആഹാ, ഇപ്പോഴാ കളി നല്ല രസമായതെന്നൊക്കെ പറഞ്ഞ് VIP-കൾ ഇരിക്കുകയാണ്. സമയം കളയാതെ ഒന്ന് ചാടടാ മറ്റവനെ എന്നൊക്കെ പുറകിൽ നിൽക്കുന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്ന് അവനെ തള്ളുകയും ഒന്നിലും വീഴാതെ അവൻ നേരെ താഴേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടെ ദേഷ്യത്തിൽ ഗുണ്ട നോക്കുമ്പോൾ മൂത്ത പെണ്ണാണ് അവനെ തള്ളിയത്. നിനക്ക് വലിയ ഗുണ്ടായുസമായിരുന്നല്ലോ, ഭയങ്കര സംഭവമാണെന്നല്ലായിരുന്നു ആ വിചാരം, ഇപ്പൊ നിനക്ക് മുമ്പോട്ട് പോകാൻ പേടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓടി പന്ന മറ്റവളെന്നൊക്കെ അവൻ പറയുമ്പോൾ പേടിത്തൊണ്ടനായ നിന്നെ പോലെ കാത്തിരിക്കാനൊന്നും എന്നെ കിട്ടില്ലെന്നൊക്കെ അവൾ പറയുമ്പോൾ എന്നാ നീ ആദ്യം പൊക്കോന്ന് അവൻ പറയുകയും അങ്ങനെ അവൾ ചാടി അവന്റെ അടുത്തേക്ക് എത്തിയ ശേഷം തിരിഞ്ഞു നിന്ന് അവനെ കെട്ടി അങ്ങ് പിടിക്കുന്നു. എന്തെന്നാടി ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവൻ ബഹളം വെക്കുമ്പോൾ എന്നെ ചതിച്ചാ കൊന്നു കളയുമെന്ന് ഞാൻ പറഞ്ഞില്ലേടാന്ന് പറഞ്ഞുകൊണ്ട് അവനെയും പിടിച്ച് നേരെ അവൾ പിറകിലേക്ക് ഒറ്റ വീഴ്ച വീഴുകയും അവിടുത്തെ ഗ്ലാസും പൊട്ടിച്ച് അവർ നേരെ താഴേക്ക് പോവുകയും ചെയ്യും. അത് വല്ലാത്തൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള മരണം തന്നെയായിരുന്നു എന്നൊക്കെ VIP-കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പോലീസുകാരന്റെ കൂടെ ഇരിക്കുന്ന VIP അവന്റെ മുഖംമൂടി അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മുഖം കാണിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്താൽ നിങ്ങൾ പോയി കഴിയുമ്പോൾ അവരെന്നെ കൊല്ലുമെന്ന് അവൻ പറയുകയും ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ഞാൻ തന്നെ നിന്നെ കൊല്ലുമെന്ന് അയാൾ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറിപ്പോകാമെന്ന് അവൻ പറയുകയും ഇതോടെ അയാൾ അവനെയും കൊണ്ട് മറ്റൊരിടത്തേക്ക് പോവുകയും ചെയ്യുന്നു. താൻ എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു കാര്യമുണ്ട്, ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവർ പോവുകയും നേരെ ഒരു റൂമിൽ ചെന്ന് അവന്റെ മുഖംമൂടി അഴിച്ച ശേഷം നീയാള് കൊള്ളാമല്ലോടാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും പെട്ടെന്ന് പോലീസുകാരൻ അയാളുടെ സാമാനത്തിൽ ഒറ്റ പിടിപിടിക്കുകയും ചെയ്യുന്നു. ശേഷം അയാളുടെ നേർക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് മുഖംമൂടി മാറ്റുകയും ശേഷം അയാളെ അവിടെ ഇരുത്തി അവന്റെ ഫോണിലെ വീഡിയോ ഓൺ ആക്കിക്കൊണ്ട് ഈ ഗെയിമിനെ കുറിച്ച് അറിയാവുന്നതെല്ലാം പറഞ്ഞ നിന്നെ ഞാൻ കൊല്ലാതെ വിടാമെന്ന് പറയുകയും ചെയ്യും. അപ്പോഴേക്കും അടുത്തതായി ചാടുന്നയാൾ ഗ്ലാസിൽ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പുറകിൽ നിൽക്കുന്ന സങ്വു ചോദിക്കുകയും ഞാൻ 30 വർഷം ഗ്ലാസ് ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഗ്ലാസിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, സൈഡിൽ നിന്ന് വെളിച്ചമടിക്കുമ്പോൾ ടെമ്പേർഡ് ഗ്ലാസ് ഏതാണെന്ന് വ്യക്തമായി എനിക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് അയാൾ നല്ലപോലെ നോക്കിയ ശേഷം അടുത്തതിലേക്ക് ചാടുകയും കൃത്യം ടെമ്പേർഡിൽ തന്നെ ചെന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാവർക്കും ആശ്വാസമാവുകയും അവരും അയാളോടൊപ്പം പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ കൃത്യമായി അയാൾ ടെമ്പേർഡ് ഗ്ലാസിലേക്ക് ചാടുകയാണ്. അങ്ങനെ അവർ നോക്കി സേഫായി പോകുന്നത് VIP-കൾ കാണുകയും അയാൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത ശേഷം അയാളൊരു ഗ്ലാസ് ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ടായിരിക്കും ഗ്ലാസിന്റെ വ്യത്യാസം അയാൾക്ക് മനസ്സിലാവുന്നതെന്നും മുഖംമൂടി പറയുകയും കളിയുടെ രസം പോയി, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റിന്റെ റിഫ്രാക്ഷൻ നോക്കിയാണ് അയാളത് മനസ്സിലാക്കുന്നതെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കിയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫ് ആക്കുകയും ഇതോടെ അയാൾക്ക് എത്ര നോക്കിയിട്ടും ഗ്ലാസ് തിരിച്ചറിയാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ആ ട്രിക്ക് എന്തായാലും വർക്കൗട്ട് ആയെന്നൊക്കെ VIP-കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒറ്റ ഗ്ലാസ് കൂടി കടന്നുപോയാൽ അവർക്ക് അപ്പുറത്തെത്താം, എന്നാൽ അത് പറ്റാതെ അവർ അവിടെ ഇരിക്കുകയാണ്. കുറെ നേരമായിട്ടും റൂമിലേക്ക് പോയ VIP വന്നില്ലെന്ന് കണ്ട് VIP-യുടെ റൂമിലേക്കൊന്ന് പോയി നോക്കാൻ മുഖംമൂടി അറിയിപ്പ് കൊടുക്കുകയും ഇതോടെ ഒരുത്തൻ ചെന്ന് റൂമിലേക്ക് നോക്കുമ്പോൾ അയാൾ മറിഞ്ഞു വീണ് കിടക്കുന്നതായി കാണുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ കറുത്ത മുഖംമൂടിയെ വിവരം അറിയിക്കുമ്പോൾ അയാൾ മരിച്ചോ എന്ന് ചോദിക്കുകയും മരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അതിക്രമിച്ച് കയറിയവൻ രക്ഷപ്പെട്ടു പോയെന്നൊക്കെ അവർ പറയുന്നു. ഇതോടെ അയാൾ അവിടുന്ന് അവനെ തേടി പോകുന്നു. അപ്പോഴേക്കും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അയാൾ നിൽക്കുകയാണ്. അപ്പോഴേക്കും സമയം തീരാറാവുന്നത് കണ്ട് സങ്വു ചാടി അയാളുടെ അടുത്തേക്ക് വരികയും പോടാ അങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ
തള്ളി അവിടെ നിന്ന് താഴേക്ക് അങ്ങ് ഇടുന്നു. ശേഷം അവൻ അടുത്ത ഗ്ലാസുകൾ ചാടി അപ്പുറത്തെത്തുകയും പിറകെ എങ്ങനെയെങ്കിലും സമയം തീരുന്നതിന് മുമ്പ് മറ്റുള്ളവരും ചാടി അപ്പുറത്തെത്തുമ്പോഴേക്കും സമയം പൂർണ്ണമായി തീരുകയും ഉടൻ അവിടെയുള്ള ഗ്ലാസുകളെല്ലാം പൊട്ടിത്തെറിച്ച് ചിന്നി ചിതറി നേരെ അവരുടെ അടുത്തേക്കൊക്കെ വരികയും അതിന്റെ ചീളുകൾ തറഞ്ഞു കയറി അവരുടെ മുഖത്തിനും ദേഹത്തിനുമൊക്കെ പരിക്ക് പറ്റി ഒരുവിധം നിൽക്കുകയും ചെയ്യുന്നു. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും ഒരുവിധം നിൽക്കുകയാണ്. അപ്പോഴേക്കും മുഖംമൂടികൾ ഡൈവ് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഡൈവിംഗ് സ്യൂട്ട് കാണുന്നില്ലെന്നുള്ള കാര്യം മെയിൻ മുഖംമൂടിയെ അറിയിക്കുകയും പെട്ടെന്ന് ഓക്സിജൻ ട്രാക്ക് ചെയ്ത് അവന്റെ പിറകെ പോകണമെന്ന് അയാൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൻ തൊട്ടടുത്ത ദ്വീപിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ മെയിൻ മുഖംമൂടി ഉൾപ്പെടെ എല്ലാവരും കൂടി ബോട്ടെടുത്ത് അവനെ പിടിക്കാനായി നേരെ പോകുന്നു. ഇവിടെ വെച്ച് 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. 8ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ കളിയിൽ ജയിച്ച 3 പേരെയും മുഖംമൂടികൾ റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അവരിൽ ഒരാളുടെ ദേഹത്ത് നിന്ന് നല്ല രീതിയിൽ ചോര പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് 8ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നു. അങ്ങനെ അവർ റൂമിലെത്തുമ്പോൾ 3 പേർക്ക് മാത്രമുള്ള കട്ടിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഉടൻ സങ്വു സിയോങ്ങിന്റെ അടുത്ത് നിന്ന് നീ എന്തിനാടാ അയാളെ തള്ളിയിട്ടതെന്ന് ചോദിക്കുന്നു. ഗുണ്ടയെ പോലെ തന്നെ അയാളും പോവാതെ അവിടെ നിന്നിരുന്നെങ്കിലോ, നമ്മളെല്ലാവരും ചാവത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അവസാനത്തെ ഗ്ലാസ് ആയിരുന്നു, അതെങ്ങനെയെങ്കിലും അയാൾ ചാടിപ്പോയനെന്നൊക്കെ അവൻ പറയുകയും സമയം തീരുന്നതിന് മുമ്പ് അയാളെ തള്ളിയിട്ട് നിന്നെയും കൂടെ രക്ഷിച്ചത് ഞാനാണ്, അല്ലെങ്കിൽ നീയും ഞാനും എല്ലാം ഇപ്പൊ ചത്തിരുന്നേനെന്നൊക്കെ അവൻ പറയുമ്പോൾ അയാള് കാരണമല്ലേടാ നമ്മളിപ്പോ ജീവനോടെ ഇരിക്കുന്നതെന്ന് അവൻ പറയുകയും കോപ്പാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നത് രക്ഷപ്പെടാനുള്ള എന്റെ ശ്രമങ്ങൾ കൊണ്ടാണ്, ഇവിടുത്തെ നിയമം അനുസരിച്ച് നമുക്ക് ആ പൈസയും കൊണ്ട് പോകണമെങ്കിൽ എല്ലാവരും ചത്തേ പറ്റുള്ളൂ എന്നൊക്കെ അവൻ പറയുമ്പോൾ അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ എന്നെയും തള്ളുമായിരുന്നോ എന്ന് അവൻ ചോദിക്കുകയും എന്റെ പൊന്നടാവേ നീ എന്തൊരു കോപ്പനാടാ, ചാവാൻ നേരവും പൊട്ടത്തരവും ചോദിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ അവൻ പറയുകയും ശരി ഞാൻ അങ്ങനെ ഒരുത്തനായി പോയത് കൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്, പക്ഷെ നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്, നിന്റെ ജീവിതം അത്രയ്ക്ക് കിടിലാണോ എന്നൊക്കെ അവൻ ചോദിക്കുകയും സംഘത്തിന് ആകെ ദേഷ്യം വന്ന് നിൽക്കുമ്പോഴേക്കും മുഖംമൂടികൾ അവിടേക്ക് വന്ന് കഴിഞ്ഞ 5 ഗെയിമുകൾ പൂർത്തിയാക്കിയത് കൊണ്ട് നിങ്ങളാണ് ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ, നിങ്ങൾക്കായി പ്രത്യേക ഡ്രസ്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവരും പോയി ഫ്രഷ് ആയി ഈ ഡ്രസ്സുകൾ ഇടാൻ അവർ പറയുന്നു. എന്നാൽ പെൺകുട്ടിയാണെങ്കിൽ ആകെ വയ്യാതെ ഇരിക്കുകയാണ്. അങ്ങനെ ടോയ്ലറ്റിൽ എത്തിയ ശേഷം അവൾ തന്റെ ഷർട്ട് ഊരി മാറ്റുന്നു. അപ്പോഴാണ് വലിയ ഒരു കുപ്പിച്ചില്ല് അവളുടെ വയറ്റിൽ തറഞ്ഞു കയറിയിരിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അവൾ ആകെ വേദനയോടെ ഒരുവിധം അത് വലിച്ചൂരി കളഞ്ഞ ശേഷം കയ്യിലുണ്ടായിരുന്ന പഴയ ഷർട്ട് ഉപയോഗിച്ച് ആ ഭാഗത്ത് നല്ല രീതിയിൽ കെട്ടിവെക്കുകയും ശേഷം പെട്ടി തുറന്നു നോക്കുമ്പോൾ പ്രീമിയം ഡ്രസ്സ് ഇരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു. അപ്പോഴേക്കും പോലീസുകാരൻ അടുത്തുള്ള ചെറിയ ദ്വീപിലേക്ക് എത്തുകയും സ്യൂട്ടൊക്കെ ഊരിക്കളഞ്ഞ് പോക്കറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിലാക്കിയ തന്റെ മൊബൈൽ ഫോൺ എടുക്കുകയും റേഞ്ച് ഇല്ലെന്ന് കണ്ടുകൊണ്ട് അവൻ നേരെ ഓടി അവിടെയുള്ള മലയുടെ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ റേഞ്ച് കിട്ടുന്നുണ്ടോന്ന് നോക്കി മുകളിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും മുഖംമൂടിയും കൂട്ടരും ആ ദ്വീപിലേക്ക് എത്തുകയും സ്വിമ്മിംഗ് സ്യൂട്ട് കണ്ട് അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവനെ ജീവനോടെ കിട്ടണമെന്ന് അവരോട് പറയുകയും എന്നാൽ അവർ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസുകാരൻ കാണുകയും ചെയ്യും. അങ്ങനെ അവൻ നോക്കുമ്പോൾ ഒറ്റ കുറ്റി റേഞ്ച് വന്നിരിക്കുകയാണ്. ഇതോടെ അവൻ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും നിങ്ങൾ ഇത്രയും ദിവസം കൊണ്ട് എവിടെയായിരുന്നു, ഞങ്ങൾ പറ്റുന്നിടത്തെല്ലാം നോക്കിയെന്നൊക്കെ അവർ പറയുമ്പോൾ പറഞ്ഞു നിൽക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് എന്റെ ഈ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്ത് ഇവിടേക്ക് ബാക്കപ്പ് ആയിട്ട് ആളിനെ അയക്കാൻ അവൻ പറയുന്നു. എന്നാൽ അപ്പുറത്തുള്ളവർക്ക് അവൻ പറയുന്നതൊന്നും ക്ലിയർ ആവുന്നില്ല. അവൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ക്ലിയർ ആവാത്തത് കൊണ്ട് കാള് കട്ടാവുകയും ഇതോടെ അവൻ അവിടെ നിന്ന് എടുത്ത ഗെയിമിനെ പറ്റിയുള്ള എല്ലാ വീഡിയോസും സ്റ്റേഷനിലുള്ളവർക്ക് സെൻഡ് ചെയ്ത് ഇട്ട ശേഷം അവിടെ നിന്ന് ഓടി മുകളിലേക്ക് കയറുന്നു. അങ്ങനെ ഓടിച്ചെന്ന് അടുത്ത സ്ഥലത്ത് നിന്ന ശേഷം വീണ്ടും എടുത്തു നോക്കുമ്പോൾ അതൊന്നും സെൻഡ് ആയിട്ടില്ല. അങ്ങനെ ഒന്നുകൂടി അവൻ റീട്രൈ കൊടുക്കുകയും അപ്പോഴേക്കും അവിടേക്ക് കയറി വരുന്ന മുഖംമൂടികൾ അവനെ കാണുകയും ചെയ്യുന്നു. ഇതോടെ അവൻ അവിടെ നിന്ന് ഓടുകയും അവർ പിറകെ വരികയും ചെയ്യുന്നു. ഓടി ഒടുവിൽ അവൻ നേരെ ചെന്ന് വഴി തീർന്നു പോകുന്ന ഒരു സ്ഥലത്ത് എത്തി നിൽക്കുകയാണ്. ഇതോടെ ഇനി ഓടാൻ ഒരു വഴിയുമില്ലാതെ ആവുകയും അവരെല്ലാവരും അവിടേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവൻ തോക്കെടുത്ത് പോലീസാണ്, ആരും അനങ്ങിപ്പോരുതെന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും മെയിൻ മുഖംമൂടി അവിടെ വരികയും കൊറിയൻ പോലീസിന് ഇത്രയ്ക്ക് ആവേശമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയും ചെയ്യും. നിങ്ങളിവിടെ ചെയ്തു കൂട്ടിയതെല്ലാം ഞാൻ പോലീസിന് അയച്ചിട്ടുണ്ട്, കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ എത്തുമെന്നൊക്കെ പറയുമ്പോൾ നിനക്കിവിടെ കഷ്ടിച്ചേ സിഗ്നൽ കിട്ടൂ, അതുകൊണ്ട് നീ എന്താണ് അയച്ചതെങ്കിലും അത് സെൻഡ് ആയിട്ടുണ്ടാവില്ല, തോക്ക് താഴെയിട്ട് നീ ആ ഫോണിങ്ങി തന്നാൽ ഞാൻ നിന്നെ ജീവനോടെ വിട്ടേക്കാമെന്നൊക്കെ മുഖംമൂടി പറയുന്നു. എന്നാൽ അവൻ അതിനൊന്നും വഴങ്ങാതെ നിൽക്കുകയാണ്. 5 ബുള്ളറ്റ് നിറയ്ക്കാവുന്ന തോക്കാണത്. പോലീസിന്റെ നിയമം അനുസരിച്ച് ഒരെണ്ണം ബുള്ളറ്റ് ഇല്ലാത്ത ഷെല്ല് മാത്രമായി വെക്കുകയും ഒരെണ്ണം കാലിയാക്കി ഇടുകയും ചെയ്യണം. പിന്നെ 3 ബുള്ളറ്റ് മാത്രം. ഒരെണ്ണം ഉപയോഗിച്ച് നീ ഒരാളെ കൊന്നു, വേറൊന്ന് വെച്ച് ലോക്ക് പൊളിച്ചു, ഇനി ആ തോക്കിൽ ഒറ്റ ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ, നിന്നെ കൊല്ലാൻ ഒറ്റ ബുള്ളറ്റ് തന്നെ ധാരാളം എന്നൊക്കെ അവൻ പറയുമ്പോൾ അയാൾ അവന്റെ അടുത്തേക്ക് നടന്നു വരികയും ഉടൻ അവൻ അയാളുടെ തോളിലൊറ്റ വെടിവെക്കുകയും ചെയ്യും. അയാൾ വെടിയേറ്റ് നിന്ന ശേഷം ഇപ്പോ നിന്റെ കയ്യിലെ എല്ലാ ഉണ്ടയും തീർന്നു, ഇനി നിനക്ക് ഒരു വഴിയുമില്ല, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ നിന്നെ ജീവനോടെ വിടാടാ മോനെ എന്നൊക്കെ അയാൾ സ്നേഹത്തോടെ പറയുന്നു. ഇത് കേട്ട് അവന് എന്തോ ഒരു പന്തികേട് തോന്നി. നിങ്ങൾ ആരാണെന്ന് അവൻ ചോദിക്കുമ്പോൾ അയാൾ തന്റെ മുഖംമൂടി ഊരുകയും ഇത് കണ്ട് അവൻ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. അവന്റെ ചേട്ടനാണ് മെയിൻ മുഖംമൂടിയായി അവിടെ നിൽക്കുന്നത്. വാ മോനെ പോകാമെന്നൊക്കെ പറഞ്ഞ് അയാൾ സ്നേഹത്തോടെ അവനെ വിളിക്കുമെങ്കിലും അവൻ അതിന് തയ്യാറാവാതെ നിൽക്കുകയും ഇതോടെ അയാൾ തോക്കെടുത്ത ശേഷം മനസ്സില്ലാ മനസ്സോടെ അവനെ ഒറ്റ വെടിവെക്കുകയും ചെയ്യുന്നു.
ഇതോടെ അവൻ നേരെ അവിടെ നിന്ന് താഴേക്ക് പോയിരിക്കുകയാണ്. അയാൾ ചെന്ന് നോക്കുമ്പോൾ അവൻ വെള്ളത്തിൽ വീണിരിക്കുന്നു. അയാൾ കുറച്ചു നേരം നോക്കി നിന്ന ശേഷം മുഖംമൂടിയും വെച്ച് നിൽക്കുകയാണ്. ഈ സമയം അവിടെ മുഖംമൂടികൾ കുറച്ച് ഫുഡും സാധനങ്ങളും ഒക്കെ വെച്ച് വളരെ മനോഹരമായ രീതിയിൽ അവസാനമുള്ള 3 കളിക്കാരെയും ത്രികോണം പോലെ ഇരുത്തിക്കൊണ്ട് സൽക്കരിക്കുകയാണ്. പെൺകുട്ടിയാണെങ്കിൽ രക്തം വാർന്നു പോയി ആകെ വല്ലാതെ ഇരിക്കുന്നു. ഉടൻ ഒരു മുഖംമൂടി അവിടേക്ക് വന്ന് ഫൈനൽ വരെ കഷ്ടപ്പെട്ട് കളി വിജയിച്ചെത്തിയ നിങ്ങളുടെ ത്യാഗത്തിനും ഭാഗ്യത്തിനും സമ്മാനമായിട്ട് നൽകുന്ന ഒരു വിരുന്നാണിത്, അത് ആസ്വദിച്ചു കൊള്ളാൻ അവർ പറയുകയും അങ്ങനെ വിശന്നിരിക്കുന്ന അവർ ആവേശത്തോടെ ആ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് അവർക്ക് ഇത്രയും നല്ല ഫുഡ് കിട്ടുന്നത്. ഇതിനിടെ സിയോങ് നോക്കുമ്പോൾ പെൺകുട്ടിക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളതായിട്ടും അവൾ പാടുപെട്ട് കഴിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് അവർ കഴിച്ചു കഴിയുമ്പോൾ പ്ലേറ്റുകളെല്ലാം മുഖംമൂടികൾ എടുത്തുകൊണ്ട് പോവുകയും എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് ഒരു കത്തി മാത്രം അവരുടെ എല്ലാം മുന്നിലേക്ക് വെച്ചു കൊടുത്ത ശേഷം മുഖംമൂടികൾ അവിടെ നിന്ന് പോകുന്നു. ഇതോടെ ഇന്ന് ചിലപ്പോ പരസ്പരം ഒരു ഫൈറ്റ് വേണ്ടി വരുമെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും ആ കത്തി എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് അവർ 3 പേരും റൂമിലെത്തിയിരിക്കുകയാണ്. സിയോങ് നോക്കുമ്പോൾ സങ്വു അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് പെൺകുട്ടിയാണെങ്കിൽ വയ്യാതെ തളർന്നിരിക്കുന്നു. ഇതോടെ ഉറങ്ങിയിരിക്കുന്ന അവളുടെ അടുത്തേക്ക് അവൻ ചെല്ലുകയും ഞെട്ടി എഴുന്നേക്കുന്ന അവൾ നോക്കുമ്പോൾ പേടിക്കണ്ട, നിന്നെ കൊല്ലാൻ വന്നതല്ല, അതിനാണെങ്കിൽ നീ ഉറങ്ങുമായിരുന്നു, സുഖമായിട്ട് കൊല്ലാമായിരുന്നു എന്ന് പറഞ്ഞ് അവൻ കത്തിയെടുത്ത് പോക്കറ്റിനുള്ളിൽ വെക്കുന്നു. ഇതോടെ അവളും അടങ്ങിയിരിക്കുകയാണ്. ശേഷം അവൻ അവിടെ ഇരുന്ന് അവളോട് സംസാരിക്കുന്നു. നിനക്ക് തീരെ വയ്യെന്ന് തോന്നുന്നല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, അടുത്ത ഗെയിമിൽ നമുക്കൊരു ടീമായി നിന്ന് പരസ്പരം സഹായിക്കണം. ആ ഇരിക്കുന്നവൻ ഭയങ്കര ഒരു ക്രൂരനാണ്. അവൻ ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ രണ്ടുപേരെയും കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ സിയോങ് പറയുമ്പോൾ, ചേട്ടാ നിങ്ങൾ എനിക്കൊരു വാക്ക് തരാമോ? നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ് ഇവിടുന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ മറ്റേയാളുടെ കുടുംബം കൂടി പുറത്തിറങ്ങുന്നവൻ നോക്കണം. അങ്ങനെയൊന്നും പറയാതെ അവനെ തോൽപ്പിച്ച് നമ്മൾ രണ്ടുപേരും പുറത്തിറങ്ങുമെന്നൊക്കെ സിയോങ് പറയുമ്പോൾ, എങ്കിലും എന്റെ അനിയനെ കൂടി നോക്കിക്കൊള്ളാമെന്നൊന്ന് വാക്കുതാ ചേട്ടാന്നൊക്കെ അവൾ പറയുമ്പോൾ സങ്വു അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി ആടുകയും അവന്റെ കയ്യിലിരുന്ന കത്തി താഴെ വീഴുന്നതായി കണ്ടയുടൻ സിയോങ് നൈസിന് ചാടി എഴുന്നേറ്റ് പോക്കറ്റിൽ നിന്ന് കത്തി എടുത്ത ശേഷം അവനെ കൊല്ലാനായി പോകുമ്പോൾ, വേണ്ട, നിങ്ങൾ അങ്ങനത്തെ ഒരാളല്ലെന്ന് പെൺകുട്ടി പറയുകയും ഇത് കേട്ട് കുറച്ച് ആലോചിച്ച ശേഷം അവൻ കത്തി താഴ്ത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾക്ക് എന്തോ പ്രശ്നമുള്ളതായി കണ്ട് അവൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ വയറ്റിൽ വലിയ മുറിവുള്ളതായി കാണുകയും, അയ്യോ രക്തം വാർന്നു വെക്കൊണ്ടിരിക്കുവാണല്ലോ, ഇങ്ങനെ കിടന്നാൽ രാവിലെ ആകുമ്പോൾ നീ മരിക്കും, ഞാൻ എങ്ങനെയെങ്കിലും സഹായത്തിന് ആരെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി ഓടുകയും നേരെ വാതിലിനടുത്ത് ചെന്ന്, ആരെങ്കിലും ഒന്ന് തുറക്കണേ, അവളുടെ രക്തം പൊക്കൊണ്ടിരിക്കുവാണ്, ഇങ്ങനെ കിടന്നാൽ അവൾ നാളെ രാവിലത്തേക്ക് മരിക്കും, അടുത്ത ഗെയിം കളിക്കണമെങ്കിൽ അവൾ ജീവനോടെ വേണ്ടേന്നൊക്കെ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് മുഴുവൻ ഓണായി വാതിൽ തുറക്കുകയും പെട്ടെന്നൊരു ഡോക്ടറെ കൊണ്ടുപോവാ, ഒരുപാട് രക്തം പോകുന്നുണ്ടെന്നൊക്കെ അവൻ പറയുമ്പോൾ അവർ അതൊന്നും നോക്കാതെ ഒരു ശവപ്പെട്ടിയും കൊണ്ട് ഉള്ളിലേക്ക് പോകുന്നു. ഇത് കണ്ട് ഞെട്ടിക്കൊണ്ട് അവൻ നോക്കുമ്പോൾ സങ്വു അവളുടെ അടുത്ത് നിൽക്കുകയാണ്. ഇത് കണ്ട് അവൻ വെപ്രാളത്തോടെ ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ അവളെ കുത്തി കൊന്നിട്ടിരിക്കുകയാണ്. അവൾ മരിച്ചു കിടക്കുന്നു. ഇതോടെ സങ്കടം സഹിക്കാൻ കഴിയാതെ അവൻ നേരെ സങ്വുവിന്റെ നേർക്ക് തിരിയുകയും കത്തിയുമായി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അവന്റെ നേർക്ക് പാഞ്ഞു ചെല്ലുമ്പോൾ മുഖംമൂടികൾ അവനെ അടിച്ച് താഴെ ഇടുകയും അവിടെ പിടിച്ച് കെട്ടിവെക്കുകയും ഒക്കെ ചെയ്യും. ഇതോടെ സങ്വുവിനെയും അവർ അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പോഴേക്കും അവർ അവളെ എടുത്തുകൊണ്ട് ചെന്ന് പെട്ടിയിലേക്ക് കിടത്തുകയും അത് മൂടിയ ശേഷം അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇനി ആകെ 2 പേർ കൂടി മാത്രമേ കളിക്കാനുള്ളൂ. അപ്പോഴേക്കും തോളിൽ നിന്ന് ബുള്ളറ്റൊക്കെ എടുത്തിട്ട് മെയിൻ മുഖംമൂടി നിൽക്കുകയാണ്. കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ തന്റെ അനിയൻ അവിടെ നിൽക്കുന്നത് പോലെയൊക്കെ അയാൾക്ക് തോന്നുകയും വല്ലാതെ ആവുകയും ചെയ്യും. ഈ സമയം പെൺകുട്ടിയുടെ പെട്ടി ചൂളയുടെ ഉള്ളിലേക്ക് കയറ്റുകയും അവളെ അവിടെ ഇട്ട് കത്തിക്കുകയും ചെയ്യുന്നതോടെ 8ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തത് 9ാമത്തെയും അവസാനത്തെയും എപ്പിസോഡാണ്. അടുത്ത ഗെയിമിൽ കളിക്കേണ്ട സിയോങ്ങിനെയും സങ്വുവിനെയും കാണിച്ചുകൊണ്ട് 9ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നു. അടുത്ത കളിയിലേക്ക് 2 പേർക്കും സ്വാഗതം. ആക്രമണവും പ്രതിരോധവും ഉള്ളതാണ് അടുത്ത കളി. അതിനുവേണ്ടി ടോസിൽ ചതുരം വേണോ ത്രികോണം വേണോ എന്ന് ചോദിക്കുമ്പോൾ ത്രികോണം മതിയെന്ന് അവൻ പറയുകയും അങ്ങനെ ടോസ് ഇടുമ്പോൾ സിയോങ്ങിന് ടോസ് കിട്ടുകയും നിങ്ങൾക്ക് ആക്രമണമാണോ പ്രതിരോധമാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സങ്വുവിനെ നല്ല പോലെ ഒന്ന് നോക്കിക്കൊണ്ട് ആക്രമണം മതി എന്ന് പറയുന്നു. അങ്ങനെ അവർ നേരെ അടുത്ത ഗെയിമിനായി കളിക്കളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. VIP-കൾ ഫൈനൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവർ അവിടേക്ക് എത്തുമ്പോൾ തന്നെ ഗെയിമിനെ പറ്റി അനൗൺസ് ചെയ്യുകയാണ്. അടുത്തതായി നിങ്ങൾ കളിക്കേണ്ട കളി സ്ക്വിഡ് ഗെയിം ആണ്. ഗ്രൗണ്ടിലുള്ള സ്ക്വിഡിന്റെ രൂപത്തിന്റെ ഉള്ളിൽ നിന്ന് വേണം ഗെയിം കളിക്കാൻ. ആക്രമണം നടത്തുന്നവൻ പ്രതിരോധം ചെയ്യുന്നവനെ മറികടന്ന് രൂപത്തിന്റെ തലയിൽ തൊട്ടാൽ വിജയിക്കും എന്നൊക്കെ അറിയിപ്പ് കൊടുക്കുകയാണ്. ഈ കളി ഏകദേശം നമ്മുടെ നാട്ടിലുള്ള കബഡി കളി പോലെയാണ്. ഒരാൾ ജയിച്ചാൽ മറ്റേയാൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ അയാളെ എലിമിനേറ്റ് ചെയ്യുമെന്ന് മുഖംമൂടി പറയുന്നു. അങ്ങനെ കളി തുടങ്ങാൻ പോവുകയാണ്. സിയോങ് ആണെങ്കിൽ ഷൂസ് കെട്ടുന്നു എന്ന രീതിയിൽ തറയിൽ നിന്ന് കുറച്ച് മണ്ണ് വാരിയെടുക്കുകയും അങ്ങനെ അവൻ വരയിൽ നിന്ന് കളി തുടങ്ങുകയും ചെയ്യുന്നു. അയാൾ എന്താ ഒറ്റക്കാലിൽ ചാടുന്നതെന്ന് അമേരിക്കക്കാരനായ VIP ചോദിക്കുമ്പോൾ ഈ കളിയിൽ വികലാംഗനായിട്ടാണ് കളിക്കേണ്ടത്. കൊറിയയിലെ കുട്ടികൾ പണ്ട് കളിച്ചിരുന്ന ഒരു കളിയാണിത് എന്നൊക്കെ മെയിൻ മുഖംമൂടി പറയുന്നു. ഈ കളി നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കുന്ന ഓർമ്മയുണ്ടോന്ന് സിയോങ് ചോദിക്കുമ്പോൾ പിച്ചിമ്പയും പറയാതരാന്ന് പറഞ്ഞ് അവൻ കുത്താൻ വരികയും സിയോങ് മണ്ണ് വാരി മുഖത്തെറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. ശേഷം അവിടുന്ന് മാറി നിൽക്കുകയും നിന്റെ ഫേവറേറ്റ് കളിയായിരുന്നു ഇതെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും മുകൾ വശം ഓപ്പണായി കിടക്കുന്ന അവിടെ മേഘങ്ങൾ ഉരുണ്ടുകൂടുകയും
കൂടുകയും നല്ല മഴ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ മഴയത്താണ് അവരുടെ കളി നടക്കാൻ പോകുന്നത്. നീ നിരപരാധിയായ ആ പെൺകുട്ടിയും കൊന്നു അല്ലേന്ന് സിയോങ് ചോദിക്കുമ്പോൾ അവൾ എന്തായാലും മരിക്കുമായിരുന്നു. വയ്യാതിരിക്കുന്നത് കൊണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി നീ ഗെയിം വരെ ഉപേക്ഷിക്കും. നീയും അവളും ഗെയിം മതിയാക്കാമെന്ന് തീരുമാനിച്ചാൽ ഭൂരിപക്ഷമാകും. അപ്പൊ പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആകുമെന്നൊക്കെ അവൻ പറയുമ്പോ, ഓ അതുകൊണ്ടാണോ നീ അവളെ കൊന്നത് എന്ന് പറഞ്ഞ് കത്തിയെടുത്ത ശേഷം നീ ആ പണവും കൊണ്ട് ഇവിടുന്ന് പോകത്തില്ലടാന്ന് പറഞ്ഞ് അവൻ നേരെ ആക്രമിക്കാൻ വരികയും അങ്ങനെ അവർ രണ്ടുപേരും ചെന്ന് അവിടെ ഒരു മാരക ഫൈറ്റ് തുടങ്ങുകയും ചെയ്യും. സംഗു അവനെ കൊല്ലാൻ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ വെട്ടി കത്തി താഴെ വീഴുകയും ആ കത്തി ദൂരേക്ക് അടിച്ചു തെറിപ്പിച്ച ശേഷം അവർ വീണ്ടും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെറുപ്പം മുതൽ കളിക്കൂട്ടുകാരായിരുന്ന അവർ തമ്മിൽ പരസ്പരം കൊല്ലാൻ വേണ്ടി മാരക ഫൈറ്റ് നടക്കുകയും ഒരുപാട് നേരം കൊണ്ടും കൊടുത്തും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ മഴയത്ത് കിടന്ന് അവർ രണ്ടുപേരും നടത്തുന്ന ഫൈറ്റ് വിഐപികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സിയോങ്ങിന്റെ കഴുത്തിൽ ഷർട്ടിട്ട് കുരുക്കി വലിച്ചുകൊണ്ട് ചാവടാന്ന് പറഞ്ഞ് അവനെ കൊല്ലാൻ ശ്രമിക്കുമെങ്കിലും അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് എഴുന്നേൽക്കുകയും വീണ്ടും അവർ തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ താഴെ നിന്ന് കത്തിയെടുത്ത് സംഗു സിയോങ്ങിനെ കുത്തുകയും അവന്റെ പള്ളക്ക് കുത്തിക്കയറ്റിയ ശേഷം ഒരുവിധം അവനെ അടിച്ച് താഴെയിട്ട് ചവിട്ടി പഞ്ചറാക്കുകയും, നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോടാ, നമ്മൾ ചുവന്ന ലൈറ്റ് പച്ച ലൈറ്റ് കളിച്ച സ്ഥലമാണ്, നമ്മളോടൊപ്പം അന്ന് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു, അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് വെറുതെ പോകാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ കുത്താൻ ശ്രമിക്കുമ്പോൾ സിയോങ് കൈയെടുത്ത് വെക്കുകയും എന്നാൽ അവൻ എങ്ങനെയെങ്കിലും അവനെ കുത്താൻ ശ്രമിക്കുമ്പോൾ സിയോങ് അവന്റെ കാല് കടിച്ച് പറിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതോടെ രണ്ടുപേരും പരിക്ക് പറ്റി കിടക്കുകയാണ്. അങ്ങനെ ഒരുവിധം സിയോങ് എഴുന്നേറ്റ് അവന്റെ മണ്ടയിലേക്ക് കയറിയ ശേഷം നീയാണ് എല്ലാവരെയും കൊന്നതെന്ന് പറഞ്ഞ് അവനെ ഇടിച്ചിടിച്ച് പഞ്ചറാക്കുകയും അവൻ അനക്കമില്ലാതെ കിടക്കുന്നതോടെ സിയോങ് എഴുന്നേറ്റ് കയ്യിൽ നിന്ന് കത്തി വലിച്ച് ഊരിയ ശേഷം അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന സംഗുവിനെ ഒറ്റ കുത്തുന്നു. യഥാർത്ഥത്തിൽ അവൻ തറയിലാണ് കുത്തിയത്. സംഗുവിനെ കൊല്ലാൻ സിയോങ്ങിന് കഴിയുന്നില്ല. ശേഷം അവൻ എഴുന്നേറ്റ് കളിയിൽ ജയിക്കാൻ വേണ്ടി വരയുടെ അപ്പുറത്തേക്ക് പോവാൻ നോക്കുകയാണ്. വരയുടെ പുറത്ത് കടക്കുന്നതോടെ അവൻ ജയിക്കുമല്ലോ എന്നൊക്കെ വിഐപികൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന മുഖംമൂടി സംഗുവിനെ കൊല്ലാനായി തോക്കെടുത്ത് ചൂണ്ടുകയും എന്നാൽ വരയ്ക്ക് അടുത്തെത്തി അവിടെ ഒന്ന് നിന്ന് ആലോചിച്ച ശേഷം സംഗുവിനെ നേർക്ക് തിരിച്ച് അവിടേക്ക് വരുന്നു. അവൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഭൂരിപക്ഷം അംഗീകരിച്ചാൽ ഗെയിം നിർത്താമെന്നല്ലേ നിങ്ങളുടെ രീതി, നമ്മൾ രണ്ടുപേരും ഉപേക്ഷിച്ചാൽ ഈ കളി ഇവിടെ അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയിട്ട് ഇനി നിർത്തണ്ടടാ എന്നൊക്കെ സംഗു പറയുകയും വേണ്ടടാ ഈ കളി മതിയാക്കാം, നമുക്ക് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അവൻ നിൽക്കുകയും എന്നാൽ സംഗുവിന് അതിന് മനസ്സ് വരാതെ എനിക്കിനി പുറത്തെ ലോകത്തേക്ക് പോണ്ടടാന്ന് പറഞ്ഞ് കത്തിയെടുത്ത് സ്വന്തമായി കഴുത്തിൽ കുത്തുന്നു. എന്താടാ ഈ കാണിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിയോങ് ഞെട്ടി അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്റെ അമ്മയെ കൂടി നോക്കിക്കോണേന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരിക്കുന്നു. ഇതോടെ സങ്കടം സഹിക്കാൻ കഴിയാതെ സിയോങ് അവിടെ നിന്ന് ഉറക്കെ കരയുകയാണ്. ഇതോടെ ബാക്കി എല്ലാവരും അവസാനിച്ച് സിയോങ് വിജയിക്കുകയും ആ പണം അവന് കിട്ടുകയും ചെയ്യുന്നു. പിന്നീട് കണ്ണുകെട്ടി സിയോങ്ങിനെ അവർ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവന്റെ അടുത്തിരുന്ന് മെയിൻ മുഖം മൂടി നിങ്ങൾ ജയിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, നല്ല പോലെയാണ് നിങ്ങൾ കളിച്ചത്, ഇവിടെ നടന്നതെല്ലാം ഒരു സ്വപ്നമാണെന്ന് കരുതിയാൽ മതിയെന്ന് പറഞ്ഞ് അവർ മുമ്പത്തെ പോലെ തന്നെ അതിൽ മുഴുവൻ ഗ്യാസ് അടിച്ച് അവനെ മയക്കുകയും ശേഷം ഒരു ലിമോസിൻ കാറിൽ അവനെ കൊണ്ടുചെന്ന് മുമ്പത്തെ പോലെ തന്നെ തെരുവിൽ ഇറക്കി വിട്ട ശേഷം അവിടെ നിന്ന് പോകുന്നു. അനക്കമില്ലാതെ കിടന്ന അവന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് കെട്ടൊക്കെ അഴിച്ചു കൊടുക്കുകയും പെട്ടെന്ന് അവൻ ഛർദ്ദിച്ച് തൊണ്ടയിൽ നിന്ന് ഒരു കാർഡ് പുറത്തേക്ക് വരികയും ചെയ്യും. നോക്കുമ്പോൾ അതൊരു ഡെബിറ്റ് കാർഡാണ്. അങ്ങനെ ആ കാർഡ് ഇട്ട് അവൻ ATM-ൽ നിന്ന് 1000 രൂപ പിൻവലിക്കാൻ നോക്കുമ്പോൾ അതിൽ പിന്നടിക്കാൻ പറയുകയും അവൻ കളിയിലെ തന്റെ കോഡായ 456 അടിക്കുമ്പോൾ ക്യാഷ് വരികയും ചെയ്യുന്നു. നോക്കുമ്പോൾ ബാലൻസ് 455 കോടി രൂപ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അങ്ങനെ അന്നവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവനെ ഒരാൾ വിളിക്കുകയും സംഗുവിന്റെ അമ്മ അവിടേക്ക് നടന്നു വരികയും നിനക്കെന്താ മോനെ പറ്റിയത്, കള്ളു കുടിച്ച് അടിവല്ലം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമെങ്കിലും അവൻ ഒന്നും മിണ്ടുന്നില്ല. ഇതോടെ അവർ ഓടിച്ചെന്ന് കടയിൽ നിന്ന് കുറച്ച് മീൻ കൊണ്ടുവന്ന് അവന്റെ കയ്യിൽ കൊടുക്കുകയും ഒന്നും കഴിച്ചു കാണുമല്ലോ, പോയി അമ്മയോടൊപ്പം കഴിക്കാൻ പറയുകയും അവർ അവിടെ നിന്ന് പോയ ശേഷം ആ മോനെ ഒന്ന് നിക്ക്, സംഗു നിന്നെ അടുത്തിടെ വല്ലതും വിളിച്ചായിരുന്നോ, അവന്റെ യാതൊരു അനക്കവും ഇല്ലെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അവൻ ആകെ വിഷമത്തിൽ നിൽക്കുകയും പിന്നെ അവർ ഒന്നും പറയാതെ അവിടെ നിന്നങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ അവൻ തീരെ വയ്യാതെ നടന്ന് നേരെ അവന്റെ വീട്ടിലേക്ക് ചെന്ന് കയറുകയും അവിടെങ്ങും അമ്മയെ കാണാത്തത് കൊണ്ട് അമ്മയുടെ റൂമിലേക്ക് ചെന്ന് തുറന്നു നോക്കുമ്പോൾ അവർ തറയിൽ കിടക്കുന്നതായി കാണുകയും അവൻ പതിയെ അടുത്തേക്ക് ചെന്ന് അമ്മയെ ഉറങ്ങുവാണോ എന്ന് പറഞ്ഞ് അവരെ നോക്കുമ്പോൾ അമ്മ മരിച്ചു കിടക്കുകയാണ്. ഇതോടെ അവന് വിഷമവും സങ്കടവും സഹിക്കാൻ കഴിയുന്നില്ല. അവൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അമ്മയെ ഞാൻ പണം കൊണ്ട് വന്നിട്ടുണ്ട് അമ്മയെന്നൊക്കെ പറഞ്ഞ് വിഷമം സഹിക്കാൻ കഴിയാതെ അവൻ അവിടെ ഇരിക്കുകയും കരഞ്ഞ് അവരോടൊപ്പം പതിയെ അവിടെ കിടക്കുകയും ചെയ്യുന്നു. അവൻ ഇത്രയും കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമാണ്. അവൻ കളിയിൽ നിന്ന് കിട്ടിയ പൈസയൊന്നും ഉപയോഗിക്കാതെ കള്ളും കുടിച്ച് വഴിയരികിൽ കിടക്കുന്ന ഒരു പിച്ചക്കാരനെ പോലെ ആയിരിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വരികയും മോനെ കുറച്ച് പൂക്കൾ വാങ്ങാമോ, ഇന്നിത് വിറ്റ് തീർത്തില്ലെങ്കിൽ എല്ലാം വാടിപ്പോകുമെന്നൊക്കെ അവർ പറയുകയും അങ്ങനെ അവൻ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും കള്ളൊക്കെ കുടിച്ച് ഇരിക്കുന്നതിനിടെ അവൻ വെറുതെ ഒന്ന് നോക്കുമ്പോൾ ആ പൂവിൽ ഒരു ഗിഫ്റ്റ് കാർഡ് കാണുകയും അവൻ അതെടുത്ത ശേഷം പൊട്ടിച്ചു നോക്കുമ്പോൾ ഗെയിമിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ് കാണുന്നത്. ഇത് കണ്ട് ഞെട്ടി അവൻ നോക്കുമ്പോൾ നാളെ 11:30 സ്കൈ ബിൽഡിംഗിലെ 7ാം നിലയിലേക്ക് വരണമെന്നും
ഞാൻ 1-ാം നമ്പർ പ്ലെയർ ആണെന്നും കാണുന്നു. 1-ാമത്തെ പ്ലെയർ മറ്റേ അപ്പൂപ്പനാണ്. അങ്ങനെ അവൻ പറഞ്ഞ ഡേറ്റിൽ ആ ബിൽഡിംഗിലേക്ക് വരികയും ലിഫ്റ്റിലൊക്കെ കയറി 7-ാമത്തെ നിലയിലേക്ക് ചെന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. അവിടെ നോക്കുമ്പോൾ ദൂരെയുള്ള ഒരു കട്ടിലിൽ ആരോ കിടക്കുകയാണ്. അങ്ങനെ അവൻ പതിയെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഗോലികളിയിൽ മരിച്ചുപോയ അപ്പൂപ്പനാണ് അവിടെ കിടക്കുന്നത്. അവനെ കാണുന്ന അയാൾ മാസ്ക് ഒക്കെ എടുത്തു മാറ്റി അവനോട് സംസാരിക്കുന്നു. ഗെയിമിൽ ജയിച്ചത് നീയാണല്ലേ, പക്ഷേ നീ ആ പണം ഇതുവരെ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ലെന്ന് ഞാൻ അറിഞ്ഞു എന്നൊക്കെ അയാൾ പറയുമ്പോൾ, നിങ്ങൾ എങ്ങനെയാ അവിടുന്ന് രക്ഷപ്പെട്ടത്? നിങ്ങൾ ആരാണ്? നിങ്ങളായിരുന്നോ ഇതിന്റെ എല്ലാം പിന്നിൽ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ക്രൂരതകൾ കാണിച്ചതെന്നൊക്കെ അവൻ പറയുമ്പോൾ, നിനക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതൊക്കെ തീർക്കണമെങ്കിൽ എന്നോടൊപ്പം ഒരു ഗെയിം കളിക്കണമെന്ന് അയാൾ പറയുമ്പോൾ, പാരട്ട കിളവാ, തന്നെ ഞാൻ കൊന്നുകളയും, അത്രയും പേരുടെ ജീവൻ എടുക്കാൻ കൂട്ടുനിന്നത് താനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ പറയുന്നത് പോലെ ഗെയിം കളിച്ചാൽ നിനക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും എന്ന് അയാൾ പറയുകയും ഇതോടെ അവൻ അടങ്ങുകയും ചെയ്യുന്നു. ദേ താഴെ കിടക്കുന്ന ആ പിച്ചക്കാരനില്ലേ, മണിക്കൂറുകളായിട്ട് അയാൾ അവിടെ കിടക്കുകയാണ്. ഒരാൾ പോലും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല. കള്ളു കുടിച്ച് നാറി കിടക്കുന്ന ആ മനുഷ്യനെ ആര് തിരിഞ്ഞു നോക്കാനാണ്? ഇന്ന് രാത്രി മുഴുവൻ കിടന്നാൽ അയാൾ അവിടെ കിടന്ന് ചാവും. അതുകൊണ്ട് നമുക്കൊരു ബെറ്റ് വെക്കാം. 12 മണിയായിട്ടും അയാളെ ആരും സഹായിക്കാതെ അവിടെ കിടക്കുകയാണെങ്കിൽ ഞാൻ ജയിക്കും, ആരെങ്കിലും ആ മനുഷ്യനെ സഹായിക്കുകയാണെങ്കിൽ നീ ജയിക്കും എന്ന് അയാൾ പറയുകയും ഇതോടെ അവൻ അയാളെ നോക്കി നിന്ന ശേഷം, നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവർ അതും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സമയമാണെങ്കിൽ കടന്നു പൊക്കൊണ്ടേയിരിക്കുന്നു. കുറെ കഴിയുമ്പോൾ അവിടെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അയാളെ ആരും സഹായിക്കുന്നില്ല. ഇതിനിടെ അവർ തമ്മിൽ സംസാരിക്കുന്നു. നിങ്ങൾക്ക് ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞത് സത്യമായിരുന്നു എന്ന് അവൻ ചോദിക്കുമ്പോൾ, അതെ, അത് സത്യമായിരുന്നു. ഞാൻ മരണത്തിന്റെ വക്കിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു കോടീശ്വരനാണ്. ഞാനാണ് നിങ്ങൾ കളിച്ച ആ ഗെയിം മുഴുവൻ സംഘടിപ്പിച്ചത്. എന്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നൊന്നും എനിക്ക് സന്തോഷം കിട്ടിയിരുന്നില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം കിട്ടിയിരുന്നത് എന്റെ കുട്ടിക്കാലത്താണ്. കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോഴായിരുന്നു ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ. അതുകൊണ്ട് ആ സമയത്തേക്ക് ഒന്ന് പോകണമെന്നും കൂട്ടുകാരോടൊപ്പം കളിച്ചതുപോലെ കളികൾ കളിക്കണമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ടായി. എന്റെ മരണത്തിന് മുമ്പ് ഒന്നുകൂടി ജീവിതം എൻജോയ് ചെയ്യണമെന്ന് കരുതിയാണ് ഞാൻ അതെല്ലാം ചെയ്തതെന്ന് അയാൾ പറയുമ്പോൾ, അപ്പോൾ നിങ്ങളുടെ ആനന്ദത്തിന് വേണ്ടിയാണോ ഇത്രയും പേരെ കൊന്നതെന്നൊക്കെ അവൻ ചോദിക്കുകയും, ഞാൻ ആരെയും നിർബന്ധിച്ച് കൊണ്ടുപോയതല്ലോ, മരിക്കുമെന്നറിഞ്ഞിട്ടും നിങ്ങളെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയല്ലേ വീണ്ടും വന്നത് എന്നൊക്കെ അയാൾ പറയുന്നത് കേട്ട് അവൻ ഞെട്ടിപ്പോവുകയും നോക്കുമ്പോൾ ആ പിച്ചക്കാരന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി നടന്നു വന്ന് അയാളെ ഒന്ന് നല്ലപോലെ നോക്കിയ ശേഷം അവിടെ നിന്ന് നടന്നങ്ങ് പൊക്കളയുന്നു. നീ ഇപ്പോഴും ആരെങ്കിലും അയാളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുവാണോ? തനിക്കെന്തെങ്കിലും ഉപയോഗമുണ്ടെന്ന് ഉറപ്പില്ലാത്ത ആരെയും മറ്റൊരാൾ സഹായിക്കില്ലടാന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ഗെയിം കളിച്ച ആ സമയങ്ങൾ വളരെ മനോഹരമായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് സന്തോഷിച്ചത് എന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി അവിടേക്ക് വന്ന് നിൽക്കുന്നു. നേരത്തെ പോയ പെൺകുട്ടിയാണ് പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ അവർ വന്ന് അയാളെ സഹായിക്കുകയും ഇത് കണ്ട് സന്തോഷത്തോടെ സഹായത്തിന് ആൾ വന്നു, ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നോക്കുമ്പോൾ അപ്പൂപ്പന് അനക്കമില്ല, അയാൾ മരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. യഥാർത്ഥത്തിൽ ഗെയിമുകൾ നടത്തിയ മെയിൻ മുഖംമൂടിയുടെ ബോസ് ആയിരുന്നതും VIP-കൾ വന്നപ്പോൾ കാണാൻ കഴിയാഞ്ഞതും അപ്പൂപ്പനെ തന്നെയാണ്. അടുത്ത ദിവസം സംഗു ബാർബർ ഷോപ്പിൽ ചെന്നിരിക്കുകയും ഇത് കുറെ നാളായല്ലോ വെട്ടിയിട്ട്, ഏത് മോഡലിൽ വെട്ടണമെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അവിടെയുള്ള ഒരു ഫോട്ടോ നോക്കിയിട്ട് ഈ മോഡലിൽ വെട്ടിയാൽ മതിയെന്ന് പറയും. അങ്ങനെ അവൻ ആ മോഡലിൽ വെട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെല്ലുന്നത് പെൺകുട്ടിയുടെ അനിയനെ കാണാനാണ്. മോന്റെ ചേച്ചി എന്റെ കൂട്ടുകാരിയായിരുന്നു, നീ ഇനി അനാഥാലയത്തിൽ നിൽക്കണ്ട, ഞാനൊരു അമ്മയെ തരാമെന്ന് പറഞ്ഞ് അവൻ ആ കുട്ടിയെ കൊണ്ടുചെന്ന് സംഗുവിന്റെ അമ്മയെ ഏൽപ്പിക്കുകയും, വിഷമിക്കേണ്ട മോനെ, ഇവനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നത് കേട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ അവനെ അവിടെ ഇരുത്തി കഴിക്കാൻ ആഹാരമൊക്കെ കൊടുക്കുകയും, ഈ തണുപ്പത്ത് ഇത് മാത്രമേ ഉള്ളൂ മോനെ, വേറെ ഡ്രസ് ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവന്ന പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിൽ മുഴുവൻ പണമാണ്. ഇത് കണ്ട് ഞെട്ടി നോക്കുമ്പോൾ അതിലൊരു കുറിപ്പിരിക്കുന്നത് കണ്ട് വായിക്കുമ്പോൾ, ഞാൻ സംഗുവിന് കൊടുക്കാനുള്ള പണമാണെന്ന് പറഞ്ഞ് സിയോങ് എഴുതിയ കുറിപ്പാണത്. പിന്നീട് കാണിക്കുന്നത് മെട്രോയിൽ നിന്ന് ഇറങ്ങി വരുന്ന സംഗുവിനെയാണ്. അവൻ തന്റെ മകളോട് ഫോണിൽ സംസാരിക്കുകയാണ്. ഞാൻ എയർപോർട്ടിൽ എത്തിയടാ, മോളെ കാണാൻ ഉടനെ വരുന്നതാണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവനൊരു കാഴ്ച അവിടെ കാണുന്നു. മുമ്പ് ഗെയിമിലേക്ക് വിളിച്ചതുപോലെ മറ്റേയാൾ വന്ന് കാർഡ് കൊണ്ട് ഒരുത്തനെ കളിപ്പിക്കുകയാണ്. ഉടൻ അവൻ ഓടി അയാൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ നോക്കുമ്പോൾ അയാൾ ട്രെയിനിൽ കയറി നിന്ന് അവനെ കൈയെടുത്ത് കാണിച്ച ശേഷം അവിടെ നിന്ന് പൊക്കളയുന്നു. ഇതോടെ അവൻ നേരെ ഗെയിം കളിച്ചവന്റെ അടുത്ത് ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് കാർഡ് വാങ്ങിയെടുക്കുകയും അതിഞ്ഞ് താടാന്നൊക്കെ അയാൾ പറയുമ്പോൾ, ഇതിലേക്ക് പോകരുത്, അപകടമാണെന്നൊക്കെ അവൻ പറയും. അങ്ങനെ സംഗു മകളുടെ അടുത്തേക്ക് പോകാനായി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ആ കാർഡും അതിലുള്ള നമ്പരും ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ അവൻ വിമാനത്തിൽ കയറാനായി പോകുന്നതിനിടെ ജസ്റ്റ് ഒന്ന് നിന്ന ശേഷം രണ്ടും കൽപ്പിച്ച് ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുന്നു. ഗെയിമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് അവിടെ നിന്ന് ചോദിക്കുന്നത് കേട്ട്, നീയൊക്കെ ശ്രദ്ധിച്ച് കേട്ടോടാ, നീയൊക്കെ ചെയ്തു കൂട്ടിയതിന് ഒരിക്കലും മാപ്പില്ലടാ, എന്തിനാണ് നീയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്നും നീയൊക്കെ ആരാണെന്നും എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ അവൻ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ കഴിഞ്ഞ കളിയിലെ 456-ാം പ്ലെയർ അല്ലേ, വെറുതെ മണ്ടത്തരമൊന്നും കാണിക്കരുത്, നിങ്ങൾ ആ പ്ലെയിനിൽ തന്നെ കയറിക്കൊള്ളാൻ അവർ പറയുന്നത് കേട്ട് അവൻ ഫോൺ കട്ട് ചെയ്ത ശേഷം വീണ്ടും ഗെയിമിലേക്ക് പോകണമെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് തിരിച്ചു നടക്കുന്നു. ഇതോടെ സ്ക്വിഡ് ഗെയിം എന്ന ഈ വെബ് സീരീസ് അവസാനിക്കുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ 2020 പുറത്തിറങ്ങിയ ഈ ഗെയിം മറ്റെല്ലാ സീരീസുകളെയും പൊട്ടിച്ച് വൻ സ്വീകാര്യതയാണ് നേടിയത്. ഈ വർഷം തന്നെ ഇതിന്റെ 2ാം ഭാഗം പുറത്തിറങ്ങുന്നതാണ്. ട്രെയിലർ യൂട്യൂബിൽ
അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.